ഹായ് ഗൈസ്, വെൽക്കം ടു ഡോക്ടർ ബിലാൽ സ്റ്റോക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോറൻസിക് മെഡിസിൻ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹാങ്ങിങ്. ഓക്കെ, ഹാങ്ങിങ്ങിൽ ടിപ്പിക്കൽ ഹാങ്ങിങ് ഉണ്ട്, അടിപ്പിക്കൽ ഹാങ്ങിങ് ഉണ്ട്. നോട്ട് ഓൺ ഓക്സിപിറ്റൽ ലോബാണ് ടിപ്പിക്കൽ ഹാങ്ങിങ് ഉണ്ടാകുക. അടിപ്പിക്കൽ ഹാങ്ങിങ് ആണെങ്കിൽ നോട്ട് എനിവർ എൽസ്. ഓക്സിപിറ്റൽ ലോബിലാണ് നോട്ട് വരുന്നതെങ്കിൽ നമ്മൾ ടിപ്പിക്കൽ ഹാങ്ങിങ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ്, ഗ്ലോവ് ആൻഡ് സ്റ്റോക്ക് ഹൈപ്പോസ്റ്റാസിസ് ഉണ്ടാവും, എന്താ പറയുക, ഹാങ്ങിങ്ങിൽ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആൻറ്റിമോർട്ടം ഹാങ്ങിങ്ങും പോസ്റ്റ്മോർട്ടം ഹാങ്ങിങ്ങും. അതായത് ഒരാൾ കൊന്നിട്ട് കെട്ടി തൂങ്ങിയിട്ടാൽ എന്ത് ചേഞ്ചസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക. അല്ലാതെ സ്വയം തൂങ്ങി മരിച്ചാലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, ഡ്രിബ്ലിംഗ് ഓഫ് സലൈവ പ്രസൻ്റ് ആണ്. ആൻറ്റിമോർട്ടം ഹാങ്ങിങ്ങിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കുന്നത് ആൻറ്റിമോർട്ടം ഹാങ്ങിങ്ങിൽ ഡ്രിബ്ലിംഗ് ഓഫ് സലൈവ ഉണ്ടാവും, പ്രൊട്രൂഷൻ ഓഫ് ടങ് പ്രസൻ്റ് ആവും, ഫേഷ്യ സിമ്പതറ്റിക് എന്ന് പറഞ്ഞൊരു ഫേഷ്യൽ ഫീച്ചർ ഉണ്ടാവും, ലിഗേച്ചർ മാർക്ക്, പ്രഷർ, സെർവിക്കൽ സിമ്പതറ്റിക് ചെയിൻ. സെർവിക്കൽ സിമ്പതറ്റിക് ചെയിനിൽ ലിഗേച്ചർ മാർക്ക് പോയിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ് ഓഫ് ഐലിഡ്സ്, ഡയലേഷൻ ഓഫ് പ്യൂപ്പിൾ, അതിനാണ് ഫേഷ്യ സിമ്പതറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, എക്കിമോസിസ് പ്രസൻ്റ് ആണ്. ഓക്കെ, പോസ്റ്റ്മോർട്ടം ഹാങ്ങിങ്ങിൽ സലൈവേഴ്സ് ഒന്നും ഉണ്ടാവില്ല, സർക്കുലർ ലിഗേച്ചറാണ്.